വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഹാപ്പിയാണ്, അറ്റ് ദ സെയിം ടൈം ഹാപ്പിയല്ല. വീഡിയോ ചെയ്യാൻ ഹാപ്പിയാണ്, പക്ഷേ എൻ്റെ നോർമൽ ലൈഫിലെ അവസ്ഥയിൽ ഞാൻ ഹാപ്പിയല്ല, എന്നാൽ സാഡും അല്ല. ഓക്കെ, സാഡും അല്ല, കാരണം എനിക്ക് ശീലമായി. ഹാപ്പി അല്ല മീൻസ് മച്ചി മലപ്പുറത്ത് പോയേക്കാണ്. അതെ, ഇന്ന് വെളുപ്പിനാണ് പോയത്. അപ്പോൾ ഞാനും ചേച്ചി അച്ഛനും ഹോമലോൺ. അതുകൊണ്ട് ഹോമലോൺ എന്ന് പറയാൻ പറ്റില്ല, 3 പേരുണ്ട്. പിന്നെ പട്ടി, പൂച്ച, കുരങ്ങല്ല കിളി എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉമ്മച്ചി ഇല്ലാത്ത ഒരു ഡേ മെയിൻറ്റെയിൻ ചെയ്യാമെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ആക്ച്വലി ഇത് ഒരു ഡേ അല്ല, 4 ഡേ ആണ്. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു വീക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. ഇത് ബ്രെഡ് മിൽക്ക് ടോസ്റ്റാണ്, മണ്ടയിൽ വനില ഐസ്ക്രീമാണ്. ലഞ്ച് ഉമ്മ നെയ്ച്ചോറ് ഗീ റൈസ് വെച്ചിട്ട് പോയിരുന്നു. വെളുപ്പിന് 4:30 മുമ്പ്. ഇന്നലെ രാത്രി വെച്ചില്ല, കാരണം കേടാവില്ലെന്ന് വിചാരിച്ചിട്ട് ഇന്ന് വെളുപ്പിന് വെച്ചിട്ട് പോയി. ബിഗ് സല്യൂട്ട് ഞാൻ കൊടുക്കുന്നു എന്തായാലും ഉമ്മച്ചിക്ക്. അടുത്തത് അപ്പം മിക്സ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു, ഞാൻ മിക്സ് ചെയ്യാമെന്ന് പറഞ്ഞു. കാരണം എനിക്കൊരു ഇപ്പോഴേ റെസിപ്പി എൻ്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് മിക്സ് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു മിക്സ് ചെയ്യല്ലേ, ഞാൻ മിക്സ് ചെയ്തോളാണ്. ഇതാണ് ഗൈസ് ഞാൻ മിക്സ് ചെയ്ത ബിരിയാണി. ഇത് ബിരിയാണിയാണ് കേട്ടോ. നമുക്ക് ബോൾട്ടിന് ഫുഡ് കൊടുക്കാം. നിങ്ങൾക്ക് മര്യാദ രാമനെ കാണാമോ? ഇനി കിച്ചു, അത് കഴിഞ്ഞ ഗുമ. ഓ, പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഗുമ അറിയത്തില്ല അല്ലേ? ഇതാണ് ഗുമ. ഒരിക്കൽ ഇവൻ വന്നപ്പോൾ ഇവൻ്റെ കഴുത്തിലൊരു മണി. ദാറ്റ് മീൻസ് ഹീസ് കമ്മിറ്റഡ്. ഞാൻ ഒത്തിരി കരഞ്ഞു, എനിക്ക് നല്ല സങ്കടമായി. എന്നിട്ട് ഞാൻ എൻ്റെ പൂച്ച ഫാം നടത്തുന്ന എൻ്റെ പ്രിയപ്പെട്ട കസിൻ ഫിദയോട് ചോദിച്ചു, എടി ഇതെന്താ ഇങ്ങനെയെന്ന്. അപ്പോഴാണ് അവൾ പറഞ്ഞത്, അവൾ വാങ്ങിയ പൂച്ച പോലും വേറെ വീട്ടിൽ ചെന്ന് കഴിക്കുന്നുണ്ട്, അതിന് അവളല്ലാതെ 10-15 ഓണറുണ്ടെന്ന്. അപ്പോഴാണ് എനിക്ക് സമാധാനമായത്. അന്ന് തൊട്ട് ഞാൻ തിരിച്ച് ഗുമയെ വിളിച്ച് ഗുമയ്ക്ക് ഭക്ഷണം അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഗുമയ്ക്ക് ഞാൻ ഗുമ എന്ന് പേരിട്ടു. നൗ യു വാച്ച് മീ പണിയെടുക്കൽ. ഇനി നമുക്ക് ഗുമയെ വിളിച്ച് ഗുമയ്ക്ക് ഫുഡ് കൊടുക്കാം. ഗുമ ഗൈസ്, നമ്മൾ മൃഗസ്നേഹികളാണെന്നുള്ളതിൻ്റെ അടുത്ത തെളിവാണിത്. എവിടെയോ കിടക്കുന്ന എത്രയോ ഓണേഴ്സുള്ള ഏതോ ഒരു പൂച്ചയ്ക്ക് വേണ്ടി ഇതാ എൻ്റെ വാപ്പച്ചിയും ഉമ്മച്ചിയും കൂടെ ദാണ്ടെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നു ക്യാറ്റ് ഫുഡ്. പിന്നെ എൻ്റെ അടുത്ത് പറയാം അതൊന്നും എടുത്ത് കഴിക്കല്ലെന്ന്, കാരണം ഇത് കാണാൻ ചോക്കോസ് പോലെ ഉണ്ട് ഗൈസ്. ഒരു വയലറ്റ് കളർ ചോക്കോസ് ഉണ്ട്, അതിൻ്റെ അകത്ത് സ്റ്റാറും 3ഉമാണ്. ഇതിൻ്റെ ഷേപ്പ് സ്റ്റാറാണ്, കാണാൻ ചോക്കോസ് പോലെ ഇരിക്കും. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിന്നാറുണ്ട്. തിന്നാറില്ല, ചോക്കോസ് തിന്നാറുണ്ട്, ഇത് തിന്നാറില്ല. ഗായ്സ് അവിടെ നോക്കൂ, അവിടെ ഒരു കരിമ്പൂച്ച കണ്ടോ ഗൈസ്? അവിടെ ഒരു കരിമ്പൂച്ച. ദാറ്റ് ഈസ് നോട്ട് മൈ ഗുമ. Where is my guma? Guys, അടുത്ത പൂച്ച. ഇതൊക്കെ എവിടത്തെ പൂച്ചയാണോ എന്തോ? ഒരു അടുത്ത തടിയും പൂച്ച കാണാമോ നിങ്ങൾക്ക്? ഇത്രയും പൂച്ചയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഗുമ ഒഴിച്ച് ബാക്കി എല്ലാ പൂച്ചകളും വന്നു ഗൈസ്. ദാറ്റ് ഈസ് മൈ ഗുമ. ഇതാണ് എൻ്റെ ഗുമ. വെളുത്ത് ആരോ കുളിപ്പിച്ച് വെച്ചിരിക്കുന്ന പൂച്ചയാണ് എൻ്റെ ഗുമ. ഗൈസ്, ബോൾട്ടിൻ്റെ കണ്ണു ഒട്ടിച്ച് ഗുമയാണെങ്കിൽ താഴത്തെ ഗേറ്റ് വഴി വരുന്നുണ്ട്. ബോൾട്ട് അത് കണ്ടില്ല, അവ ഉറങ്ങുന്നു. ഗുമ വന്ന് ഗൈസ്, ദിസ് ഈസ് ഗുമ. എന്നെ കരയിപ്പിച്ച പട്ടെൻ്റെ പ്രിയപ്പെട്ട പൂച്ച തര. ഗൈസ്,
ഈ പൂച്ച ആരോ നല്ലോണം നോക്കുന്ന പൂച്ചയാണ്. കാരണം ഇതുവഴി കയറാൻ ഇന്നലെ കയറി. അപ്പം ഞാൻ പറഞ്ഞു കയറല്ലെന്ന്. ഉടനെ അത് വന്ന് ഇവിടെ ഇരിക്കുവാണ്. അപ്പം ഞാൻ വിചാരിച്ചു ചുമ്മാ എനിക്ക് ആദ്യമായിട്ട് കയറിയോണ്ട് പേടിച്ചതായിരിക്കുമെന്ന്. എന്നിട്ട് അതാണെങ്കിൽ കയറി ആ മുറിയിലിരുന്ന്. എന്നിട്ട് ഞാനാണെങ്കിൽ പറഞ്ഞ് മുറിയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞപ്പോൾ അത് മുറിയിൽ നിന്ന് ഇറങ്ങിയതോ അവിടെ വന്നിരുന്ന്. ഭയങ്കര അനുസരണയുള്ള പൂച്ചയാണ്. ഇങ്ങനെ ഞാൻ പിന്നെ ഇതിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു 5-6 കമാൻഡ് ഇട്ടപ്പോൾ അതെല്ലാം ചെയ്യുന്നുണ്ട്. മീൻസ് അല്ല ഇങ്ങനെ ഇറങ്ങിപ്പോവല്ല, അത് ഷെയ്ക്ക് ആൻഡ് ലേ ഡൗൺ അതൊന്നുമല്ല, പട്ടിയല്ലല്ലോ. അല്ലാതെ ബാക്കിയെല്ലാം കേൾക്കും ഗൈസ്. ഗുമ്മയെ വഴി തെറ്റിക്കാൻ വേണ്ടി വേറൊരു പൂച്ച വരുവാണ്. ഞാൻ എന്തെങ്കിലും എടുത്ത് ഗുമ അതോ അവിടെ നിൽക്കുന്നു. ഇതേതോ ഒരു വൃത്തിയായിട്ട പൂച്ച അതോ അങ്ങോട്ട് ചാടി. ഭയങ്കര തടിമാടൻ പൂച്ച ഒരെണ്ണം. ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി ടു കീപ് ഗുമ സേഫ്. കാരണം ഇവിടെ ആവശ്യമില്ലാത്ത ഒരു ലോഡ് പൂച്ച വരുന്നുണ്ട്. ഒരു പൂച്ചയൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഒരു ലോഡ് പൂച്ച വരും. ഉമ്മച്ചി കഷ്ടപ്പെട്ട് ഒരുക്കിയ ഗാർഡനാണ് ഗൈസ്. നമുക്കിവിടെ ഇരിക്കാം. എന്നിട്ട് ലെറ്റ്സ് വാച്ച് ഗുമ. ഈ ഡോർ അടച്ചില്ലേ ഗുമ അതിൻ്റെ അകത്ത് ചെന്ന് ആ മുറി കിടന്ന് ഉറങ്ങും. ഗുമ ഗൈസ്, എത്രയൊക്കെ ആണെങ്കിലും വീട്ടിൽ വളർത്തുന്ന പൂച്ചയല്ലല്ലോ. പേടിയുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഫുഡ് കൊടുക്കും, അടയ്ക്കും, അത്രേ ഉള്ളൂ. ഉമ്മ ഉണ്ടെങ്കിൽ എന്നെ ഒന്നും ചെയ്യത്തില്ല. അമ്മച്ചി ഉണ്ടെങ്കിൽ ഉമ്മച്ചിയുടെ കമാൻഡ് ഇവിടെ ഉള്ള ബോൾട്ടാണേലും ഗുമ്മയാണേലും കേൾക്കും ഉമ്മച്ചി പറയുന്നത്. അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് അതിന്. അതുകൊണ്ട് അത് നല്ല അനുസരണയുള്ളതായിട്ടിരിക്കും. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ് ഉപയോഗിക്കണം എന്നറിയത്തില്ല, എന്തോന്ന് ചെയ്യണം എന്നറിയത്തില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ ഇതൊരു സ്പോൺസറും അല്ല, ഇത് ജസ്റ്റ് ഒരു ടിപ്പാണ്. ബേബി പ്രൊഡക്ട്സ് യൂസ് ചെയ്താൽ ബേബീസിന് ഉള്ളതുകൊണ്ട് അവർ നല്ല സേഫായിട്ടായിരിക്കും, അവർ നല്ല കെയർഫുള്ളായിട്ടായിരിക്കും ഫോർമുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ സെൻസിറ്റീവ് സ്കിന്നാണെങ്കിലും ഒന്നും വരാൻ പോണില്ല. അപ്പോൾ ഏത് ബേബി പ്രൊഡക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ജോൺസൺസ് ബേബിയാണ്, കാരണം അത് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. ഇത് വെച്ച് ബേബീസിനൊക്കെ കുളിപ്പിക്കുന്ന പോലെ നമുക്ക് തലതൊട്ട് കാല് വരെ കുളിക്കാൻ നിന്നാൽ ഒരു കുളിക്കേ ഉണ്ടാവത്തുള്ളൂ ഇത്. ഓക്കെ, ബേബീസ് ചെറുതല്ലേ ഗൈസ്. എൻ്റെ ഒരു ഫാൻ്റെ പേര് ഞാൻ പറയുന്നില്ല. എൻ്റെ ഒരു ഫാൻ പറഞ്ഞേ ഞാൻ സംസാരിക്കുന്ന കേൾക്കാൻ നല്ല രസമുണ്ടെന്ന്. അതുകൊണ്ട് അതിൻ്റെ ഒരു മോട്ടിവേഷനിൽ മാത്രമാണ് ഞാൻ ഇപ്പോൾ വ്ളോഗ്സ് ഇടുന്നത് ഗൈസ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എങ്ങോട്ടായി പോകുന്നതെന്ന്. എൻ്റെ ചേച്ചിയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി റെഡി ആവാം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന മേക്കപ്പിൻ്റെ പേരാണ് ഗ്ലേസ് മേക്കപ്പ്. ഈ മേക്കപ്പാണ് ഞാൻ എല്ലാ ദിവസവും ഞാൻ സ്കൂളിലോട്ട് ചെയ്തുകൊണ്ട് പോകാറുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു അരമണിക്കൂർ ട്രാവലുണ്ട്. അത്രയും ട്രാവൽ ചെയ്യുമ്പോഴേക്കും ഇത് അങ്ങ് സ്കിൻ അബ്സോർബ് ചെയ്തോളും. എന്നിട്ടും അബ്സോർബ് ചെയ്തില്ലെങ്കിൽ നമ്മൾ കയ്യിലൊരു ബ്യൂട്ടി ബ്ലെൻഡർ ഞാൻ വെച്ചേക്കും, അത് വെച്ചൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പം സെറ്റാവും. അല്ലെങ്കിൽ ടിഷ്യൂവോ അല്ലെങ്കിൽ നിങ്ങളുടെ കൈ തന്നെ മതി, ഒന്ന് ഒപ്പിയെടുത്താൽ മതി. ഉണങ്ങിയില്ലെങ്കിൽ എന്തായാലും അവിടെ എത്തുമ്പോഴേക്കും അബ്സോർബ് ആയിക്കോളും ഉറപ്പ്. പ്രത്യേകിച്ച് ഓട്ടോയിലാണ് പോകുന്നതെങ്കിൽ. കാറിൽ പോയിട്ട് തന്നെ അബ്സോർബ് ആവുന്നുണ്ട്, പിന്നെ ഓട്ടോ ആണെങ്കിൽ പറയണ്ടല്ലോ. അതുകൊണ്ട് ഇത്രയും വാരിക്കോരി ഒഴിച്ചാലും കുഴപ്പമില്ല, അവിടെ എത്തുമ്പോൾ ഓക്കെ ആയിക്കോളും. നെക്സ്റ്റ് ഡേ സ്കൂളിൽ പോകുന്നത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാൻ തിരക്ക് പിടിച്ച് ഓടുമായിരുന്നു. നിങ്ങളീ കാണുന്നത് ഞാൻ ഓട്ടോ കയറിയതിന് ശേഷമുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. നമ്മൾ തിരിച്ച് വിടത്തിയിരിക്കുന്നു. എങ്ങനെ ഓരോ ദിവസം തള്ളി 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 നീക്കാമെന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. നാളെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. നാളത്തെ അസംബ്ലിക്ക് ഞാനാണ് ഫ്ലഡ്സ് പറയുന്നത്. ഗൈസ്, നാളെ സ്കൂളിലോട്ട് കൊണ്ടുപോകാനുള്ള ദോശയാണ് ഞാൻ ചുട്ടുകൊണ്ടിരിക്കുന്നത്. നാളെ രാവിലെ തിരക്കുടിച്ചിറങ്ങുമ്പോൾ ഇതിനൊന്നും സമയം കാണത്തില്ല. അതുകൊണ്ട് ഇപ്പോഴേ ഒന്ന് ചുട്ടൊക്കെ വെക്കുവാണ് ദോശയൊക്കെ. ഗൈസ്, അതാണ് 2 days വിത്തൗട്ട് മീ. ബാക്കി ഡേയ്സ് വരുന്നതായിരിക്കും. ഇപ്പോഴത്തേക്ക് ഗുഡ് നൈറ്റ്.